ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് സലഫി മക്കന കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഞാൻ ആദ്യം ഒരു റഫ് പേപ്പറിലാണ് കട്ട് ചെയ്യുന്ന രീതി കാണിക്കുന്നത്. ഇത് ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. ഏതൊക്കെ രീതിയിൽ കട്ട് ചെയ്യാം എന്നുള്ളതെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് പേപ്പർ ഇതുപോലെ കോണായിട്ട് മടക്കാം. അതിനുശേഷം നമുക്ക് അളവുകൾ അടയാളപ്പെടുത്താം. ആദ്യമായിട്ട് നമുക്ക് മുഖത്തിൻ്റെ പാർട്ടാണ് അടയാളപ്പെടുത്താനുള്ളത്. അതിനായിട്ട് നമ്മുടെ മുഖത്തിൻ്റെ ഫുൾ ചുറ്റളവ് എടുത്തതിന് ശേഷം അതിൻ്റെ പകുതിയാണ് നമുക്കിവിടെ അടയാളപ്പെടുത്താനുള്ളത്. ഇവിടെ 11 അടയാളപ്പെടുത്തേണ്ടത്. ഈ പേപ്പറിലായതുകൊണ്ട് ഫുള്ള് കിട്ടാത്തതുകൊണ്ട് ഒരു ഏകദേശം അളവ് ഞാൻ എടുക്കുകയാണ്. 11 ഇതുപോലെ അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്താണ് അടയാളപ്പെടുത്തുന്നത്. ഫ്രണ്ടിലത്തെ ലെങ്ത് മക്കന വന്നാൽ നമ്മുടെ ഫ്രണ്ടോട്ട് കിടക്കുന്നതിൻ്റെ ലെങ്താണ് അടയാളപ്പെടുത്തേണ്ടത്. പിന്നെ ബാക്ക് പാർട്ടും അടയാളപ്പെടുത്തണം. ഇഷ്ടമുള്ള അളവിൽ നമുക്ക് അടയാളപ്പെടുത്താം. ഇന്നിപ്പം ലെങ്ത് കുറഞ്ഞിട്ട് വേണ്ടവർക്ക് ലെങ്ത് കുറച്ചും ലെങ്ത് കൂട്ടിയിട്ട് വേണ്ടവർക്ക് ലെങ്ത് കൂട്ടിയിട്ടും അടയാളപ്പെടുത്താം. ഞാനിവിടെ ഒരു ലെങ്ത് കുറഞ്ഞ മക്കനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതുപോലെ വളച്ച് വരച്ചെടുക്കാം. ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്ക് ഇതുപോലെ വളച്ച് അടയാളപ്പെടുത്തുക. ഇതുപോലെ ഒന്ന് വളച്ചെടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി കുഴിച്ച് നന്നായിട്ട് കുഴിച്ച് ഫ്രണ്ട് ഇച്ചിരി കയറ്റി ബാക്ക് ഒത്തിരി ഇറങ്ങിയിട്ടാണെങ്കിൽ അങ്ങനെയും നമുക്ക് കുറച്ച് വളച്ച് ഇതുപോലെ എടുത്ത് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതിലും കുറച്ചുകൂടെ കുറച്ചിട്ട് നമുക്ക് വളച്ച് അടയാളപ്പെടുത്തിയെടുക്കാം. ഞാൻ ഈ മൂന്നാമത് കാണിച്ച രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഈ മക്കന. അതുകൂടാതെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഒരു ഓപ്പണിംഗ് വരുന്ന സലഫി മക്കനയും നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ. അത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ ടേപ്പ് വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തി എടുക്കുക. ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുന്നത് ലെങ്തുള്ള മക്കനയ്ക്കാണ്. ഇതുപോലത്തെ മക്കന സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ട് 65ഉം ഫ്രണ്ട് പാർട്ട് ഒരു 45ഉം എടുക്കണം. സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് ഒരു 13 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ വളച്ച് നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ വളച്ച് വരച്ചെടുക്കുക. അതിനുശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കും. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന മക്കന ഈ മോഡലല്ല. ഇത് ഞാനിപ്പോൾ മോഡൽ കാണിച്ചു തന്നെയാണ്. 3 തരം മോഡലും ഞാനിപ്പോൾ ഇവിടെ കാണിച്ചതാണ്. നമുക്കിപ്പോൾ അടയാളപ്പെടുത്തിയ പാർട്ടെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന ഇതുപോലുള്ള ഉപകാരപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്ന രീതിയിലല്ല മക്കന കട്ട് ചെയ്യുന്നത്. മക്കന നോർമലായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഈ കട്ട് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പേപ്പറിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്നത്. മക്കനയുടെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി തലയുടെ ഭാഗത്ത് മുകളിൽ ഒരു ചെറിയൊരു പാർട്ട് വെക്കാനുണ്ട്. അതിലുള്ള കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ഒന്ന് മടക്കുക. അതിന് ശേഷം തിരിച്ച് ഒന്നുകൂടി മടക്കിയെടുക്കുക. അതിനുശേഷം ഇവിടുന്ന് 7 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തുക. അതിനുശേഷം മുകളിലേക്ക് 4 ഇഞ്ചും അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് നിന്നും 7 ഇഞ്ചിലേക്ക് വളച്ചതുപോലെ നമ്മൾ വരച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. നമുക്ക് മെറ്റീരിയലിൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് റയോണിൻ്റെ 1 മീറ്റർ ക്ലോത്താണ് ഇവിടെ എടുത്തേക്കുന്നത്. ലെങ്ത് കുറച്ചായതുകൊണ്ട് 1 മീറ്റർ മതിയാവും. സലഫി മക്കനയുടെ നോർമൽ മെറ്റീരിയൽ അല്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത്. റയോണിൻ്റെ മെറ്റീരിയലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നമുക്ക് മുഖത്തിൻ്റെ ഭാഗം ഇതുപോലെ നമുക്ക് 11 അടയാളപ്പെടുത്തി എടുക്കാം. അതിനുശേഷം അവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് ലെങ്ത് അടയാളപ്പെടുത്തുന്നത്. റയോണിൻ്റെ മെറ്റീരിയൽ ആകുമ്പോൾ കുറച്ച് ചൂട് കുറവുണ്ടാവും. ഇത് കുറച്ച് പ്രായം ചെന്നവർക്കാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ചൂട് കുറഞ്ഞ മെറ്റീരിയൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചൂട് കുറഞ്ഞ മെറ്റീരിയലിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ലെങ്ത് കുറച്ചിട്ടാണ് ഈ മക്കന സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് 30 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. ബാക്ക് പാർട്ട് 45ഉം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ അടയാളപ്പെടുത്തി എടുക്കുക.
അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ വളച്ച് അടയാളപ്പെടുത്തിയെടുക്കാം. ഈ 30-ൽ നിന്ന് 45-ലേക്ക് ഇതുപോലെ വളച്ച് അടയാളപ്പെടുത്താം. ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കുറച്ച് ഉള്ളിലേക്ക് വളച്ചാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സലഫി മക്കന വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പറ്റും. നമുക്ക് കടയിൽ നിന്നും വാങ്ങി ക്യാഷ് കളയേണ്ട ആവശ്യമില്ല. ഒരു 100-150 രൂപയുടെ മെറ്റീരിയൽ എടുത്താൽ നമുക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ സലഫി മക്കന വാങ്ങുമ്പോൾ 350-400 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് പിന്നെ ആ തലയുടെ ഭാഗത്തുള്ള ആ ചെറിയ പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് മുകളിലും താഴെയും വയ്ക്കും. മുഖത്തിൻ്റെ മുകൾ പാർട്ടിലും താടി വരുന്ന ഭാഗത്തും ഇതുപോലെ വയ്ക്കാറുണ്ട്. ഞാനിപ്പോൾ താടി വരുന്ന ഭാഗത്ത് വയ്ക്കാറില്ല, മുകളിൽ മാത്രമേ വയ്ക്കുന്നുള്ളൂ. പേപ്പറിൽ കട്ട് ചെയ്തപ്പോൾ കാണിച്ചോട്ട് താഴേക്ക് 7 ഇഞ്ചും മുകളിലേക്ക് 4 ഇഞ്ചും അടയാളപ്പെടുത്തി ഇതുപോലെ വളച്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ഈ സൈഡ് ഭാഗം നമുക്കിതുപോലെ ലോക്ക് ചെയ്തെടുക്കാം. ലോക്ക് ചെയ്തും എടുക്കാം, അല്ലാതെ അടിച്ച് മറിച്ചെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ലോക്ക് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഫുള്ള് ലോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം മക്കന നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ മുകൾ പാർട്ട് ആ മുഖം വരുന്ന ഭാഗം ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കിതുപോലെ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തുക. അത് മടക്കി രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക. സെൻറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ചെറിയ പീസിൻ്റെയും സെൻറ്റർ ഇതുപോലെ വെച്ചിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെയും സെൻറ്റർ അടയാളപ്പെടുത്താം. ഇതുപോലെ രണ്ടിൻ്റെയും സെൻറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഇത് നിവർത്തിയിടുക. അതിനുശേഷം ഈ ചെറിയ പാർട്സ് എടുത്തതിന് ശേഷം അതും അതിൻ്റെ സെൻറ്ററും മറ്റേതിൻ്റെ സെൻറ്ററും കൂടെ ഒരുമിച്ച് വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ള് ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറു സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇപ്പുറത്തൂടെ ഒരു പ്രസർ അകലത്തിൽ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് മക്കന മേടിച്ചതുപോലെ നല്ല ഫിനിഷിങ്ങിലിരിക്കും. ഇതുപോലെ ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സലഫി മക്കനയുടെ സ്റ്റിച്ചിങ് എന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റിച്ചിങ് ഒന്നുമില്ല, കുറച്ച് സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ. ഇത്രയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി രണ്ട് സൈഡും കൂടെ ഒരുമിച്ച് പിടിച്ച് നമ്മൾ കൂട്ടിയടിക്കുകയാണ്. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് താഴേക്ക് അടിച്ചു പോരാം. എന്ത് സിമ്പിളാണല്ലേ ഇത് സ്റ്റിച്ച് ചെയ്യാൻ. 4 സ്റ്റിച്ചിങ്ങോടുകൂടി സലഫി മക്കനയുടെ സ്റ്റിച്ചിങ് തീരും. ഇനി നമുക്കിത് ഇതോടെ അടിച്ചു കഴിഞ്ഞാൽ ഇനി താഴ്ഭാഗം ഒന്ന് ലോക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ സലഫി മക്കന റെഡിയാവും. ഇതുപോലെ ലോക്ക് ചെയ്തതിന് ആ തയ്ച്ച ഭാഗം ഇതുപോലെ നമുക്ക് ലോക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇനി താഴ്ഭാഗം 6 സ്റ്റിച്ചിങ് ചെയ്ത് നമുക്കെടുക്കാം.
ഇതിന് ചുറ്റിനും നമുക്കിതുപോലെ സിക്സാക് സ്റ്റിച്ചിങ് ചെയ്യാം. അല്ലാത്തവർക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാവുന്നതുമാണ്. ഇതുപോലെ ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ പറയുക.